ജെഇ അഡ്വാൻസ്ഡ് എക്സാം എഴുതുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക. ജെഇ അഡ്വാൻസ്ഡ് 2025 അഡ്മിറ്റ് കാർഡ് റിലീസായിട്ടുണ്ട്. അപ്പോൾ അഡ്മിറ്റ് കാർഡ് എടുക്കേണ്ട വിധവും ഒക്കെ ഞാൻ ഓൾറെഡി കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതായത് അതിൻ്റെ ലിങ്കൊക്കെ ഓൾറെഡി പോസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ എടുക്കാത്തവരുണ്ടെങ്കിൽ എടുക്കുക. ഇനി നോക്കുക, എക്സാം ഡേറ്റ് മെയ് 18 മെയ് 18 ഞായറാഴ്ചയാണ് ജെഇ അഡ്വാൻസ്ഡിൻ്റെ എക്സാം. 2 പേപ്പറാണുള്ളത്. പേപ്പർ 1 9 to 12 പേപ്പർ 2 2:30 to 5:30. ഈ 2 പേപ്പറും നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ പേരൻറ്റിൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, കാറ്റഗറി, നാഷണാലിറ്റി, ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അത് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ റോൾ നമ്പറും സെൻറ്റർ കോഡും ജെഇ മെയിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും ജെഇ അഡ്വാൻസ്ഡിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് ഉണ്ടാവും, ഇവിടെ സിഗ്നേച്ചർ ഉണ്ടാവും, ഇവിടെ കാൻഡിഡേറ്റ് പ്രൊഫൈല് ഒരു QR കോഡ് ഉണ്ടാവും, ഇവിടെ ഒരു ബാർ കോഡ് ഉണ്ടാവും. ഇവിടെയാണ് നിങ്ങളുടെ എക്സാം സെൻറ്റർ ഏതാണ് എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇത് ഫസ്റ്റ് പേജിൻ്റെ ടോപ്പ് സൈഡാണ്. അപ്പോൾ നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുക്കുമ്പോൾ ഇതെല്ലാം അവിടെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. നിങ്ങൾ അഡ്മിറ്റ് കാർഡ് എടുക്കുമ്പോൾ ഇതിൽ QR കോഡോ അല്ലെങ്കിൽ ബാർ കോഡോ ക്ലിയർലി വിസിബിൾ അല്ല എങ്കിൽ, നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് ക്ലിയർലി വിസിബിൾ അല്ല എങ്കിൽ വീണ്ടും ഒന്ന് ഡൗൺലോഡ് ചെയ്യുക, പ്രിന്റ് ഔട്ട് എടുക്കുക. ഇത് നിർബന്ധമായിട്ടും ഇത്രയും കാര്യങ്ങൾ ആ അഡ്മിറ്റ് കാർഡിൽ ക്ലിയർ ആയിരിക്കണം. ഇനി ആ പേജിന്റെ താഴേക്ക് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞിട്ടുണ്ട് 9 മണിക്കാണ് എക്സാം തുടങ്ങുക. അതായത് ഫസ്റ്റ് പേപ്പർ 1 9 മണിക്ക് തുടങ്ങും, 2:30 പേപ്പർ 2 തുടങ്ങും. ഈ 2 എക്സാമും നിങ്ങൾ എഴുതണം. യു വിൽ നോട്ട് ബി അലൗഡ് ടു എൻ്റർ ദ എക്സാം സെന്റർ ആഫ്റ്റർ ദ കമൻസ്മെന്റ് ഓഫ് ദ എക്സാം. അതായത് 9 മണിക്ക് എക്സാം തുടങ്ങിയാൽ, അതുപോലെ 2:30 എക്സാം തുടങ്ങിയാൽ അതിനുശേഷം ഒരാളെ പോലും പെർമിറ്റ് ചെയ്യില്ല. ദെൻ എ പ്രിന്റ് ഔട്ട് ഓഫ് ദിസ് അഡ്മിറ്റ് കാർഡ് മസ്റ്റ് ബി പ്രസന്റഡ്. ഇതിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഒരു പ്രിന്റ് ഔട്ട്, അഡ്മിറ്റ് കാർഡിന്റെ പ്രിന്റ് ഔട്ട് കയ്യിലുണ്ടാവണം. അത് കളർ ആണെങ്കിൽ പ്രിഫറബിൾ, കളർ അല്ല എന്ന് കരുതി പ്രശ്നങ്ങളില്ല, എന്നാലും പ്രിഫറബിൾ കളറാണ്. ഓക്കെ. ദെൻ അതേപോലെ തന്നെ നിങ്ങൾ ഇതിലൂടെ എന്തുകൂടി ഉണ്ടാവണം, നിങ്ങളുടെ കയ്യിൽ ഒരു വാലിഡ് ID പ്രൂഫ് ഉണ്ടാവണം. സോ ഡോക്യുമെന്റ്സ് ദാറ്റ് മസ്റ്റ് ബി ബ്രൂട്ട്. ഈ അഡ്മിറ്റ് കാർഡിന്റെ ഒപ്പം നിങ്ങൾ കൊണ്ടുപോവേണ്ടത് ഒറിജിനൽ ID പ്രൂഫാണ്. അതായത് ഫോട്ടോസ്റ്റാറ്റ് അല്ല, ഒറിജിനൽ ID പ്രൂഫ് കൊണ്ടുപോകണം. ഏതൊക്കെ ആവാം? അത് ആധാർ ആവാം, സ്കൂൾ ID ആവാം, ഡ്രൈവിംഗ് ലൈസൻസ് ആവാം, വോട്ടേഴ്സ് ID ആവാം, പാസ്പോർട്ട് ആവാം, പാൻ കാർഡ് ആവാം. ഇങ്ങനെ ഏതെങ്കിലും ഒരു വാലിഡ് ID പ്രൂഫ്, വാലിഡ് ആയിരിക്കണം, ഒറിജിനൽ ആയിരിക്കണം എന്ന് മാത്രം. അതിന്റെ ഫോട്ടോസ്റ്റാറ്റോ അല്ലെങ്കിൽ എക്സ്പയർ ആയ ഡോക്യുമെന്റുകളോ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. ദെൻ യു ആർ അഡ്വൈസ്ഡ് ടു ലൊക്കേറ്റ് ആൻഡ് വിസിറ്റ് ദ എക്സാമിനേഷൻ സെന്റർ എ ഡേ ബിഫോർ. 18 നിങ്ങൾക്ക് എക്സാം നടക്കുന്ന സെന്റർ പറ്റിയാൽ തലേ ദിവസം തന്നെ പോയി ഏതാണെന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ റിപ്പോർട്ടിംഗ് ടൈം എത്രയാണ്? 7 മണിയാണ് റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 7 മണി, 9 മണിയുടെ എക്സാമിന് 7 മണിക്ക് ചെല്ലേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ 7 മണിയാണ് റിപ്പോർട്ടിംഗ് ടൈം. അപ്പോൾ ചെന്നാൽ സേഫ് ആണ്. ഇനി അതൊരു കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിയാലും കുഴപ്പമുണ്ടാവില്ല എങ്കിലും 9 മണിക്ക് ശേഷം ഒരാളെയും പെർമിറ്റ് ചെയ്യില്ല. അപ്പോൾ ഏറ്റവും സേഫ് എന്താണ്? 7 മണിക്ക് തന്നെ റിപ്പോർട്ട് ചെയ്യുക. ഇനി ആഫ്റ്റർ യുവർ എൻട്രി ഇൻ ടു ദ എക്സാമിനേഷൻ സെന്റർ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ. നിങ്ങളുടെ ഐഡന്റിറ്റി വെരിഫൈ ചെയ്യും, ഫ്രിസ്കിംഗ് പ്രോസസ് ഉണ്ടാവും, ബയോമെട്രിക് ക്യാപ്ചറിംഗ് ഉണ്ടാവും, ഇതെല്ലാം നടത്തും. ഇത് പേപ്പർ 1 പേപ്പർ 2 സെപ്പറേറ്റ് ആയി തന്നെ ഉണ്ടാവും. പേപ്പർ 1 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലഞ്ച് ബ്രേക്ക് ഉണ്ടാവും. അതിനുശേഷം പേപ്പർ 2 മുമ്പ് വീണ്ടും ഇതേ പ്രൊസീജിയർ ഫോളോ ചെയ്യും. ഇനി അതേപോലെ തന്നെ അടുത്തത് ദ സ്ക്രീൻ ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം അസൈൻഡ്. അതായത് നിങ്ങൾക്ക് CBT എക്സാം എഴുതാൻ കിട്ടുന്ന അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ കിട്ടുന്ന കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ അതിൽ ലോഗിൻ ചെയ്യേണ്ട വിധം കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ സാധാരണ എന്താ ചെയ്യേണ്ടത്? ജെഇ അഡ്വാൻസിന്റെ റോൾ നമ്പറാണ് നിങ്ങളുടെ ലോഗിൻ ID. അഡ്വാൻസിന്റെ റോൾ നമ്പർ. പാസ്വേഡ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അതായത് ഡേറ്റ്, മന്ത്, ഇയർ എന്നുള്ള പാറ്റേണിൽ, ഈ പാറ്റേണിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അതിൽ ചെയ്യേണ്ടത്. ഇനി ഓൾ ദ റഫ് വർക്ക്, എല്ലാ റഫ് വർക്കും നിങ്ങൾ എവിടെയാണ്? നിങ്ങൾക്കൊരു സ്ക്രിബിൾ പാഡ് തരും. ആ സ്ക്രിബിൾ പാഡിലാണ് ചെയ്യേണ്ടത്. ആ സ്ക്രിബിൾ പാഡിൽ നിങ്ങൾ നിങ്ങളുടെ പേരും റോൾ നമ്പറും ഒക്കെ ആദ്യം തന്നെ എഴുതണം. ഇനി നോ എക്സ്ട്രാ സ്ക്രിബിൾ പാഡ് വുഡ് ബി പ്രൊവൈഡഡ്. ആ തന്നിരിക്കുന്നതിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം നിങ്ങളുടെ റഫ് വർക്കുകൾ. അത് രണ്ടാമതൊരെണ്ണം അഡീഷണലി അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യില്ല. അതുപോലെ സ്ക്രിബിൾ പാഡ് വിൽ ബി കളക്ടഡ് അറ്റ് ദ എൻഡ്. ഇൻവിജിലേറ്റർ നിങ്ങളുടെ എക്സാമിന് ശേഷം നിങ്ങൾ പുറത്തു വരുമ്പോൾ നിങ്ങളുടെ സ്ക്രിബിൾ പാഡ് കളക്ട് ചെയ്തിട്ടേ പുറത്തു വിടൂ. അത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഇനി അടുത്തത് യു ഷുഡ് ബ്രിങ് യുവർ ഓൺ പെൻ. ശ്രദ്ധിക്കുക, നിങ്ങൾ സ്വന്തമായിട്ട് പെന്ന് കൊണ്ടുചെല്ലണം, പെൻസിൽ കൊണ്ടുചെല്ലണം, ഇറൈസറും കൊണ്ടുചെല്ലണം. നിങ്ങൾക്ക് ആവശ്യമുള്ള പെന്നും പെൻസിലും ഇറൈസറും നിങ്ങൾ കൊണ്ടുപോകണം. ഇത് ഒരു കാരണവശാലും അവർ പ്രൊവൈഡ് ചെയ്യില്ല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സാനിറ്റൈസറും കയ്യിൽ കരുതാം. അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രാൻസ്പെറന്റ് വാട്ടർ ബോട്ടിലും കയ്യിൽ കരുതാം. ഇത്രയും സാധനം: പെന്ന്, പെൻസിൽ, ഇറൈസർ, സാനിറ്റൈസർ, ട്രാൻസ്പെറന്റ് ബോട്ടിൽ, അഡ്മിറ്റ് കാർഡ്, ദെൻ ഒരു വാലിഡ് ID പ്രൂഫ്. ഇത്രയും സാധനം പെർമിറ്റ് ചെയ്യൂ. അഡീഷണൽ ഫോട്ടോഗ്രാഫ് ഒന്നും കൊണ്ടുപോകാൻ പറഞ്ഞിട്ടില്ല. ഇനി പ്രോഹിബിറ്റഡ് ഐറ്റംസിന്റെ ഒരു ലിസ്റ്റ് ഉണ്ട്, ഞാൻ പിന്നീട് കാണിക്കാം. അത് ഒരു കാരണവശാലും പെർമിറ്റ് ചെയ്യില്ല. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
ഇനി പ്രോഹിബിറ്റഡ് ഐറ്റംസ് നോക്കുക, അതാ സ്മാർട്ട് വാച്ച് അല്ലെങ്കിൽ ഡിജിറ്റൽ വാച്ച് അല്ലെങ്കിൽ ടൈം പീസ്, മൊബൈൽ ഫോൺ, ബ്ലൂടൂത്ത് ഡിവൈസസ്, ഇയർഫോൺ, ഇങ്ങനെ ഒരു സാധനവും പെർമിറ്റ് ചെയ്യില്ല. ഡ്രസ്സിലാണെങ്കിൽ ഇത് ലിസ്റ്റ് മുഴുവൻ നോക്കിയാൽ അറിയാം. ഡ്രസ്സിലാണെങ്കിൽ നിങ്ങൾക്ക് മെറ്റൽ പാർട്ട് ഉള്ളത് അല്ലെങ്കിൽ ആഭരണങ്ങൾ ഇതൊന്നും സമ്മതിക്കില്ല. അതേപോലെ വി ആർ ഓപ്പൺ ഫുട്വെയർ ലൈക്ക് ചപ്പൽസ് ആൻഡ് സാൻഡൽ, ഷൂസ് ഉപയോഗിക്കാൻ പറ്റില്ല, മെറ്റൽ ബട്ടൺ ഉള്ളത് ഉപയോഗിക്കാൻ പറ്റില്ല, ഒരുപാട് ലെയറുകൾ, അതായത് നീറ്റിന്റെ ഏറെക്കുറെ അതേ പാറ്റേണിൽ തന്നെയാണ് ഡ്രസ് കോഡ്. അപ്പോൾ അതും ശ്രദ്ധിക്കുക, ഈ പറഞ്ഞിരിക്കുന്ന ഒന്നും പെർമിറ്റ് ചെയ്യില്ല. ഇനി അറ്റ് ദ ടൈം ഓഫ് എൻട്രിയുടെ സമയത്ത് എന്താണ്, ക്യാൻ ബ്രിങ് ദെയർ ഓൺ ട്രാൻസ്പെറന്റ് വാട്ടർ ബോട്ടിൽ, നിങ്ങൾക്ക് ഹോളിലേക്ക് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി വാട്ടർ ബോട്ടിൽ കൊണ്ടുവരാം, സാനിറ്റൈസർ കൊണ്ടുവരാം. നേരത്തെ നമ്മൾ പറഞ്ഞു പെന്ന്, പെൻസില്, ഇറേസർ, അഡ്മിറ്റ് കാർഡ്, വാലിഡ് ID പ്രൂഫ്, ഇത്രയും സാധനമാണ് കൊണ്ടുവരേണ്ടത്. ഇനി ലാബ് അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങളുടെ ലാബ് അല്ലെങ്കിൽ ഹാള്, റൂം എന്നൊന്നും വെളിയിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഫ്രിസ്കിംഗ് പ്രോസസ്സിന്റെ സമയത്ത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലെ ബാർകോഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങളെ ഇൻവിജിലേറ്റർ എവിടെയാണ് ഹോൾ എന്ന് നിങ്ങളോട് പറയും. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് വെളിയിൽ അതിൻ്റെ ഒരു മാപ്പൊന്നും ഉണ്ടാവില്ല. അതുപോലെ കമ്പൽസറി ഫ്രിസ്കിംഗ് പ്രോസസ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബാർ അല്ലെങ്കിൽ പ്രോഹിബിറ്റഡ് ഐറ്റംസ് ഒന്നും അതിലേക്ക് പെർമിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പെർമിറ്റ് ചെയ്യൂല. അതുകൊണ്ട് ഒരു ഫ്രിസ്കിംഗ് പ്രോസസ്സ് ഉണ്ടാവും. അതൊക്കെ മനസ്സിലാക്കിക്കൊള്ളുക. ഇനി ഡ്യൂറിങ് ദ എക്സാമിൽ ഹോളിൽ കയറി നിങ്ങൾക്കൊരു സ്ക്രിബിൾ പാഡ് തരും. അപ്പോൾ ഇത് സ്ക്രിബിൾ പാഡ് നിങ്ങളുടെ എല്ലാവരുടെയും ഒരാൾക്ക് ഒരു സ്ക്രിബിൾ പാഡാണ് തരിക റഫ് വർക്കിന് വേണ്ടി. അഡീഷണൽ സ്ക്രിബിൾ പാഡ് തരില്ല, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ ആ സ്ക്രിബിൾ പാഡിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മസ്റ്റ് സൈൻ ദ സ്ക്രിബിൾ പാഡ്. സ്ക്രിബിൾ പാഡിൽ സൈൻ ചെയ്യണം, നിങ്ങളുടെ പേര് എഴുതണം, റോൾ നമ്പർ എഴുതണം, ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. ഇത് തിരിച്ചു വരുമ്പോൾ അവിടെ ഏൽപ്പിച്ചിട്ട് പോരുകയും വേണം. അതേപോലെ ദ കാൻഡിഡേറ്റ് മസ്റ്റ് മാർക്ക് ഹിസ് ഓർ ഹെയർ അറ്റൻഡൻസ് ഇൻ ഈച്ച് ഓഫ് ദ പേപ്പർ ബൈ സൈനിങ് ബിസൈഡ് ഹെർ നെയിം. അതിൽ അറ്റൻഡൻസ് ഷീറ്റ് അവർ കൊണ്ടുവരും, ഇൻവിജിലേറ്റർ, അത് നിങ്ങൾ സൈൻ ചെയ്യുകയും വേണം. ഇനി ആഫ്റ്റർ ദ എക്സാമിനേഷൻ കഴിഞ്ഞാൽ, എക്സാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ക്രിബിൾ പാഡ് അവർ വാങ്ങും. then be permitted to move out. വെളിയിലേക്ക് വരുന്നത് കൂട്ടമായിട്ടല്ല, 1 by 1 ആയിട്ടാണ്. അപ്പോൾ ഒരു തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി അവർ ഓരോരുത്തരേ ഉള്ളൂ. അതുകൊണ്ട് ഇൻവിജിലേറ്റർ പറയുന്നത് വരെ നിങ്ങൾ ഹോളിൽ നിന്ന് ലീവ് ആവരുത്. ഇൻവിജിലേറ്റർ പറയുമ്പോൾ നിങ്ങൾക്ക് പുറത്തേക്ക് വരാം. അപ്പോൾ അഡ്വാൻസ്ഡിന്റെ അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസിലെയും മെയിൻ പോയിന്റ് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് അഡ്മിറ്റ് കാർഡ്, എന്താണ് ഡീറ്റെയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നവരുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.